അസ്സലാമലൈക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അറബിക് എക്സാമിന് എന്തൊക്കെ പഠിക്കണം എന്നാ. ഓക്കെ, നമ്മൾ അറബിക്കിലെ ഒരു 4 ലെറ്റേഴ്സ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞേ. ത്വാ, ളാ, ഐൻ, ഗൈൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ത്വാ, ളാ, ഐൻ, ഗൈൻ. ഓക്കെ, ഈ 4 ലെറ്റേഴ്സ് നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഓരോ വാക്കും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. ഇങ്ങനെ ലെറ്റേഴ്സുകൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ബാക്കി വരുന്ന 2 ലെറ്റേഴ്സ് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, ത്വാ, ളാ, അടുത്തത് ഏതാ? ഗൈൻ, ഗൈൻ. അപ്പോ ഐൻ, ഗൈൻ, ആ 2 ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, ഐൻ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതുക, സ്മോൾ കർവ്, ബിഗ് കർവ്. ഐൻ. നീ ഗൈൻ എങ്ങനെ എഴുതുക? സ്മോൾ കർവ്, ബിഗ് കർവ്, മുകളിൽ ഒരു പുള്ളി. ശരിയായില്ലേ? ത്വാ, ളാ, ഐൻ, ഗൈൻ. ഓക്കെ, അപ്പോ വിട്ടുപോയ അക്ഷരം എഴുതി കൊടുക്കാനുണ്ടാവും. ഞാൻ 2 ലെറ്റേഴ്സ് കൊടുക്കും. ഇതിന്റെ ബാക്കി വരുന്ന 2 ലെറ്റേഴ്സ് നിങ്ങൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ലെറ്റേഴ്സ് പഠിച്ചു വെക്കാം. ഈ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എഴുതി പഠിച്ചു വെക്കാം. ത്വാ, ളാ, ഐൻ, ഗൈൻ. ഓക്കെ, ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ എഴുതി പഠിച്ചു വെക്കുക. വിട്ടുപോയ ലെറ്റേഴ്സ് എഴുതാൻ ചോദിക്കും. ഓക്കെ, പിന്നെ ലെറ്റേഴ്സിന്റെ ഭാഗത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ ലെറ്റേഴ്സുകൾ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ ലെറ്ററിലും പഠിച്ച് വാക്കിന്റെ പിക്ചറിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ മാച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻ കണ്ടാല് ഈ ലെറ്റേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ ഐൻ. ഐൻ, ഇതിൽ ഏത് പിക്ചറാണ് നമ്മൾ ഐൻ വെച്ചിട്ട് പഠിച്ചത്? ഐനുൻ. ഓക്കെ, അപ്പോ ഐൻ, ഐനുൻ എന്ന പിക്ചറിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് വൈൻ. വൈൻ, വൈൻ വെച്ചിട്ട് എന്താ പഠിച്ചത്? വനമുൻ. ഓർക്കുന്നില്ലേ? വനമുൻ. വനമുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആടിനാണ് വനമുൻ എന്ന് പറയാ. അപ്പോ വൈൻ, വനമുലേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് ത്വാ. ത്വാ വെച്ചിട്ട് എന്ത് പഠിച്ചു? ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ എന്ന് പറഞ്ഞാൽ ആരാ? കുട്ടിക്കാണ് ത്വിഫ്ലുൻ എന്ന് പറയാം. അപ്പൊ ത്വാ എന്ന അക്ഷരം ത്വിഫ്ലുൻ വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് ളാ. ഏതാ? ളാ. ളാ വെച്ചിട്ട് എന്ത് പഠിച്ചു? ലബിയുൻ. എന്ത് പഠിച്ചു? ലബിയുൻ. ലബിയുൻ എന്ന് പറഞ്ഞാൽ ആരാ? മാനിനെയാണ് ലബിയുൻ എന്ന് പറയാം. അപ്പൊ ളാ എന്ന അക്ഷരം ലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇതെന്തായാലും എക്സാമിന് വരുന്നതാണ്. നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ലെറ്റേഴ്സ് നോക്കുക, എന്നിട്ട് കറക്റ്റ് പിക്ചറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കും. ഇതുപോലെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് താഴെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പിക്ചർ നോക്കിയിട്ട് ഇതിലെ കറക്റ്റ് ലെറ്റർ നിങ്ങളോട് കളർ ചെയ്യാൻ പറയും. പിക്ചർ കൊടുത്തിട്ടുണ്ടാവും, താഴെ 2 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പിക്ചർ നോക്കിയിട്ട് അതിലെ കറക്റ്റ് ലെറ്റർ നിങ്ങൾ കളർ ചെയ്യണം. ഓക്കെ, എക്സാമിന് കളർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കയ്യിൽ കളർ കരുതുക. ഓക്കെ, ഇവിടെ നോക്കിയത് എന്താണ്? ഐനുൻ. എന്താണ്? ഐനുൻ. ഓക്കെ, ചിലപ്പോ വനമുൻ ചിത്രം വരും, അല്ലെങ്കിൽ ത്വിഫ്ലുൻ, ഏത് പിക്ചറും വരും. ഓക്കെ, അപ്പൊ പിക്ചർ നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് ലെറ്റർ നിങ്ങൾ കളർ ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഐനുൻ, ഐൻ, ഐൻ. ഇതിലേതാണ് ഐൻ? പുള്ളിയില്ലാത്ത ഐൻ, പുള്ളിയില്ലാത്ത ഐൻ. അപ്പോ ഈ പുള്ളിയില്ലാത്ത ഐന് ഞാൻ ഇവിടെ കളർ ചെയ്യും. കണ്ടോ, ഇങ്ങനെ കളർ ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് അതിന്റെ കറക്റ്റ് ലെറ്റർ നിങ്ങളോട് കളർ ചെയ്യാൻ പറയും. ഓക്കെ, ലെറ്റേഴ്സുകൾ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. ലെറ്റേഴ്സും പിക്ചേഴ്സും മാച്ച് ചെയ്യാൻ അറിയണം. പിക്ചർ മാത്രം കൊടുത്തിട്ട് അതിലെ കറക്റ്റ് ലെറ്റർ നിങ്ങൾക്ക് കളർ ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇവിടെ ഞാൻ ഐന് കൊടുത്തിട്ട് ചിലപ്പോൾ എക്സാമിന് ത്വിഫ്ലുൻ ചോദിക്കും, അതും അല്ലെങ്കിൽ ലബിയും ചോദിക്കും, അതും അല്ലെങ്കിൽ ഐനും ചോദിക്കും, അതും അല്ലെങ്കിൽ വനമുൻ ചോദിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായാലും കളർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഈ 4 പിക്ചേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ പഠിച്ചു വെക്കാം. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാച്ചിങ് എളുപ്പമായിരിക്കും. ഇതുപോലെ കളർ ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നാലും എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിന്റെ കറക്റ്റ് ലെറ്റർ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ.
ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മള് കെസറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ വാക്യേ പഠിച്ചിട്ടുള്ളൂ, ട്വിഫ്ലുൻ. ഓക്കെ, കെസർ എന്ന് പറയുമ്പോ താഴെ ആയിരിക്കും വര, ത്വഇന് താഴെ വര വരും കെസർ. ബാക്കി വരുന്ന 3 വാക്കും നമ്മൾ ഫതഹ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ട്വിഫ്ലിന് മാത്രമേ കെസർ വരുന്നുള്ളൂ. ബാക്കി വരുന്ന 3 വാക്കിനും വനമുൻ, ഐനുൻ, ലബിയുൻ ഇതിനൊക്കെ ഫസ്റ്റ് ലെറ്ററിന് ഫതഹ ആണ് വരുന്നത്. ട്വിഫ്ലിന് മാത്രമേ ഫസ്റ്റ് ലെറ്ററിന് കെസർ വരുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? ലബിയുൻ. ലബിയുൻ ഞാൻ പറഞ്ഞു, ലബിയുൻ, ഐനുൻ, വനമുൻ ഇതിനൊക്കെ ഫസ്റ്റ് ലെറ്ററിന് ഫതഹ ആണ് വരുന്നത്. ഇവിടെ നോക്കി 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫതഹ വരുന്ന ലെറ്റർ ഏതാ? ഇതാണ് ഫതഹ വരുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് ഇവിടെ എടുത്തെഴുതുക. ഓക്കെ, അടുത്തത് ഐനുൻ. ഐനിനും ഫതഹ തന്നെയാണ്. ഇതിലെ ഫതഹ വരുന്ന ഐന് ഏതാ? ഇതാണ് ഫതഹ വരുന്ന ഐന്. ഫതഹ എന്ന് പറയുമ്പോൾ ആ ലെറ്ററിന്റെ മുകളിലായിരിക്കും വരാം. ഓക്കെ, അടുത്തത് ട്വിഫ്ലുൻ. ട്വിഫ്ലിന് മാത്രമേ കെസർ വരുന്നുള്ളൂ. കെസർ എന്ന് പറയുമ്പോ താഴെ ആയിരിക്കും വരാം. ഇതിൽ ഏതാണ് കെസർ വരുന്ന ലെറ്റർ? ഇതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുത്തെഴുതി. അടുത്തത് വനമുൻ. വനമുൻ എന്ന് പറയുമ്പോ ആ ലെറ്ററിന് ഫതഹ ആയിരിക്കും വരിക. ഇതിൽ ഏതാണ് ഫതഹ വരുന്ന ലെറ്റർ? വെരി ഗുഡ്, ഇതാണ് ഫതഹ വരുന്ന ലെറ്റർ. ഓക്കെ, അപ്പൊ അത് എടുത്തെഴുതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയൂലേ? ഓക്കെ, ട്വിഫ്ലുൻ മാത്രമേ കെസർ വരുന്നുള്ളൂ. ബാക്കി വരുന്ന 3 വാക്കുകൾക്കും ഫതഹ ആണ് വരുന്നത്. ഓക്കെ, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ട്വിഫ്ലിന് മാത്രമേ കെസർ വരുന്നുള്ളൂ. ബാക്കി വരുന്ന 3 വാക്കുകളും ഫതഹ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലബിയുൻ, ഐനുൻ, വനമുൻ ഇതിലൊക്കെ ഫതഹ ആണ് വരിക. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിൽ ഫതഹ വരുന്ന ലെറ്റർ എടുത്തെഴുതുക. ട്വിഫ്ലിന് മാത്രമേ കെസർ താഴെ വരെ വരുന്നുള്ളൂ. ഓക്കെ, ഇതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് പഠിച്ചു വെക്കാം. എക്സാമിന് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഇങ്ങനെ പിക്ചേഴ്സുകൾ കളർ ചെയ്തത് ഓർക്കുന്നില്ലേ? ഈ 4 പിക്ചേഴ്സിൽ ഏതെങ്കിലും ഒരു 2 പിക്ചർ കൊടുത്തിട്ട് അത് നിങ്ങളോട് കളർ ചെയ്യാൻ പറയും. എന്നിട്ട് നിങ്ങളോട് അത് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഈ പിക്ചർ കണ്ടാൽ എന്താ പറയാ? ട്വിഫ്ലുൻ. എന്നിട്ട് ഇത് കളർ ചെയ്യാം. ഓക്കെ, ഈ ചിത്രം കണ്ടാൽ എന്താ പറയാ? ലബിയുൻ. എന്നിട്ട് ഈ പിക്ചർ കളർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് കളർ ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിക്ചർ കൊടുത്തിട്ട് അതിന്റെ ലെറ്റർ കളർ ചെയ്യാനുണ്ടാവും. പിന്നെ പിക്ചർ കൊടുത്തിട്ട് അതിന്റെ നെയിം പറഞ്ഞിട്ട് ആ പിക്ചറും കളർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ലെറ്ററും കളർ ചെയ്യാനുണ്ടാവും, പിക്ചറും കളർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ 2 പിക്ചേഴ്സ് ആട്ടോ വരാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ പിക്ചർ കൊടുത്തിട്ട് അത് എന്താണെന്ന് ചോദിക്കും. ഇതിന്റെ നെയിം നിങ്ങൾക്ക് അറിയണം. ഇത് നല്ല വൃത്തിയായിട്ട് കളറും ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ 4 പിക്ചേഴ്സിന്റെ നെയിംസ് നിങ്ങൾ പറയാൻ പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ 2 പിക്ചർ കൊടുത്തിട്ട് അതിന്റെ കറക്റ്റ് നെയിം നിങ്ങളോട് സർക്കിൾ ചെയ്യാൻ പറയും. ഓക്കെ, ഇവിടെ ഐനുൻ, ട്വിഫ്ലുൻ 2 നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ പിക്ചറിന്റെ കറക്റ്റ് നെയിം എന്താ? ഐനുൻ എന്നാണോ ട്വിഫ്ലുൻ എന്നാണോ? വെരി ഗുഡ്, ഈ പിക്ചറിന്റെ കറക്റ്റ് നെയിം ഐനുൻ എന്നാണ്. അപ്പൊ ഐനുൻ സർക്കിൾ ചെയ്തു. അടുത്തത് ലബിയുൻ, വനമുൻ. ലബിയുൻ, വനമുൻ ഇവിടെ 2 നെയിംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഈ പിക്ചറിന്റെ കറക്റ്റ് നെയിം? ഈ പിക്ചർ എന്താ? ലബിയുൻ. ഓക്കെ, അപ്പോ ലബിയുൻ സർക്കിൾ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ 2 പിക്ചേഴ്സിന്റെ നെയിംസ് നിങ്ങൾക്ക് കണ്ടാൽ ഇതുപോലെ സർക്കിൾ ചെയ്യാൻ കഴിയണം. ഈ 2 പിക്ചേഴ്സിന്റെ നെയിംസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഐനുൻ, ലബിയുൻ ഇങ്ങനെ കണ്ടാൽ സർക്കിൾ ചെയ്യാൻ കഴിയണം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പാട്ട്. നമ്മള് സ്വർഗവും നരകവും എന്ന പാട്ട് പഠിച്ചത് ഓർക്കുന്നില്ലേ? അത് നന്നായിട്ട് പഠിച്ചു വെക്കാം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പാടി നോക്കിയാലോ? സ്വർഗം എന്നൊരു വീടുണ്ട്, അവിടെ പോവാൻ കൊതിയുണ്ട്, തേനും പാലും ഒഴുകും പുഴകൾ
പലതും അവിടെ ഇരിപ്പുണ്ട്. നരകം മറ്റൊരു വീടാണ്, ഓർക്കുന്നേരം ഭയമാണ്. ചുട്ടുകരിക്കും തീയാണവിടം, തെറ്റുകളൊന്നും ചെയ്യരുതേ. ഈ പാട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അറബിക്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അറബിക് എക്സാമിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.